അമിതഭാരം കുറയ്ക്കാൻ ശരിയായ ഭക്ഷണ രീതി തെരഞ്ഞെടുക്കുന്നതിന് പകരം തെറ്റായ ഡയറ്റ് പ്ലാൻ, അതായത് ഫാഡ് ഡയറ്റ് സ്വീകരിക്കുന്നത് ഗുണത്തെക്കാളേറെ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന കാര്യമാണ്. വണ്ണം കൂടുതലായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും സ്കിപ്പ് ചെയ്യുന്നവരും ഏറെയാണ്. പലപ്പോഴും ഡയറ്റിംഗ് എന്നുള്ളത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഭക്ഷണം ഒഴിവാക്കുന്നതിനെയാണ് യുവതലമുറ ഡയറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ള അറിവില്ലായ്മയാണ് ഇത്തരത്തിലുള്ള ഡയറ്റിംഗിന്റെ പിറകെ പോകുവാൻ കൗമാരക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യവും. ഡയറ്റിംഗ് പാലിക്കുന്നവർക്ക് പലപ്പോഴും വേണ്ടത്ര പോഷണം ലഭിക്കാറില്ല. ഉദാഹരണത്തിന്, ഡയറ്റിംഗ് നോക്കുന്നവരിൽ കാൽസ്യത്തിന്റെ കുറവ് അവരിൽ ഓസ്റ്റിയോപൊറോസിസ്, സ്ട്രെസ് ഒടിവുകൾ, ഒടിഞ്ഞെല്ലുകൾ എന്നിവയ്ക്കുള്ള അപകട സാധ്യതകളിലേക്ക് നയിക്കാം. ഡയറ്റർമാർ പലപ്പോഴും ശാരീരിക പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. പുരുഷന്മാർക്ക് പ്രതിദിനം 2500 കലോറിയും സ്ത്രീകൾക്ക് അവരുടെ പ്രായവും പ്രവർത്തന നിലയും അനുസരിച്ച് പ്രതിദിനം 2000 കലോറിയും ആവശ്യമാണ്. ഈ അളവിൽ കുറവ് വരുത്തുന്നത് ശരീരത്തിൽ ചില പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. തീവ്രമായ ഭക്ഷണക്രമം ആവശ്യമുള്ള ഫലം നൽകുമെങ്കിലും കലോറിയുടെ അപകടകരമായ അഭാവവുമായി ബന്ധപ്പെട്ട ആരോഗ്യ അപകടങ്ങളും ഏറെയുണ്ട്. പലപ്പോഴും പല ഭക്ഷണ രീതികളും മാറി പരീക്ഷിച്ച് നോക്കിയിട്ടും പാളിപ്പോകുന്നവർ ഏറെയാണ്. ചിലർ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കും, ജലപാനം പരീക്ഷിക്കും, ജിമ്മിൽ പോകും, മധുരവും എണ്ണയുടെ അംശവും എല്ലാം കുറയ്ക്കും. ഓടാനും നടക്കാനും ഒക്കെയായി വ്യായാമം ആരംഭിക്കാനും ഇക്കൂട്ടർക്ക് വളരെ ഉത്സാഹമാണ്. ഇങ്ങനെ പലതരത്തിലുള്ള മുറകളുടെ നിര അങ്ങനെ നീണ്ടുപോകും. ഇതിൽ കൃത്യത പാലിക്കാത്തത് കൊണ്ടോ ഭക്ഷണ ക്രമീകരണം ശരിയാവാത്തത് കൊണ്ടോ ചിലരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല. ഇതിൽ പരാജയപ്പെടുന്നവർ എളുപ്പത്തിൽ ഫലം കാണാനായി അശാസ്ത്രീയമായി ഭക്ഷണം ഒഴിവാക്കിയുള്ള ഡയറ്റും ആരംഭിക്കും. ഡയറ്റീഷ്യനുമായി ആലോചിക്കാതെയും ആവശ്യമായ ഉപദേശങ്ങൾ തേടാതെയുമുള്ള സ്വയം ഡയറ്റിംഗ് ചെയ്യുന്ന രീതി വളരെ അപകടകരമാണെന്നാണ് വിദഗ്ധർ തന്നെ പറയുന്ന കാര്യം. ഭക്ഷണ രീതിയിൽ വരുത്തുന്ന ഗുരുതരമായ മാറ്റങ്ങൾ നമ്മുടെ ആരോഗ്യത്തെയും സ്മാർട്ട്നെസ്സിനെയും ബാധിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. കുറഞ്ഞ അളവിലുള്ള കലോറി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം ആ കുറഞ്ഞ കലോറി മറ്റുള്ള ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി മാറ്റിവെക്കും. തുടർന്ന് നമ്മുടെ മെറ്റബോളിസം കുറയുകയും ശരീരത്തിന്റെ ഉണർവ് നഷ്ടപ്പെടുത്തുകയും ചെയ്യും. പിന്നീട് പഴയ ഭക്ഷണക്രമത്തിലേക്ക് തിരിച്ചെത്തുന്നതോടെ ശരീരം കൂടുതൽ കലോറി ഉപയോഗപ്പെടുത്തി കൂടുതൽ ഭക്ഷണം കഴിക്കുകയും ക്രമാതീതമായി ഭാരം കൂടുകയും ചെയ്യും. പട്ടിണി കിടന്നുള്ള ഡയറ്റിംഗ് നമ്മുടെ ശരീരത്തിൽ പേശികളുടെ ബലം കുറയ്ക്കും. മാത്രമല്ല, നിർജ്ജലീകരണവും സംഭവിക്കും. ക്രാഷ് ഡയറ്റിലെ പെട്ടെന്നുള്ള ഫലം ശരീരത്തിലെ കൊഴുപ്പിനേക്കാൾ ജലാംശമാണ് നഷ്ടപ്പെടുത്തുക. നിയന്ത്രിത കലോറി മാത്രം കഴിക്കുമ്പോൾ കൊഴുപ്പിനേക്കാൾ ശരീരം കരളിലും പേശികളിലും സൂക്ഷിച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ ഉപയോഗപ്പെടുത്തുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇത് വലിയ തോതിലുള്ള തളർച്ചയുണ്ടാക്കും. തലവേദന, ക്ഷീണം, തലകറക്കം എന്നിവയാണ് നിർജ്ജലീകരണത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ദീർഘകാലം ഭക്ഷണം ക്രമാതീതമായി കുറയ്ക്കുന്നത് ആർത്തവ ചക്രത്തിന്റെ താളം തെറ്റാനിടയാക്കും. മാത്രമല്ല, മുടികൊഴിച്ചൽ രൂക്ഷമാക്കുകയും ചെയ്യും. പോഷകക്കുറവ് മൂലം മറ്റ് ശാരീരിക പ്രത്യാഘാതങ്ങളും സംഭവിക്കും. കടുത്ത ഭക്ഷണ നിയന്ത്രണം കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ കൂടാതെ കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം തുടങ്ങിയ ധാതുക്കളുടെയും പോഷകങ്ങളുടെയും അപര്യാപ്തതകളിലേക്ക് എത്തിക്കും.